അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകനും സ്വഹാബത്തും ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാരും തന്നെ ചെയ്യാത്ത കർമ്മം നിങ്ങൾ എന്തിനു ചെയ്യുന്നു? അത് പ്രവാചകരും സ്വഹാബത്തും ഉത്തമ നൂറ്റാണ്ടായ 300 കൊല്ലത്തിന് ഉള്ളിലുള്ളവരും ചെയ്യാത്ത, അതായത് പ്രവാചകരും സ്വഹാബത്തും ഉത്തമ നൂറ്റാണ്ടായ ആൾക്കാരും ചെയ്യാത്ത പണി നിങ്ങൾ എന്തിനു ചെയ്യുന്നു? അത് ബിദ്അത്തല്ലേ? അതെ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. പ്രവാചകരും സ്വഹാബത്തും ഉത്തമ നൂറ്റാണ്ടുകാരായവരും ചെയ്യാത്ത പണി ദീനിൽ ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. എന്താണ് ബിദ്അത്ത് എന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടായി ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി അർബഅൻ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. അതായത് ബിദ്അത്തിനെ രണ്ടായി വിഭജിക്കാമെന്ന് പറഞ്ഞ് ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്. ബിദ്അത്തിനെ രണ്ടായി വിഭജിക്കാം, ബിദ്അത്തിനെ രണ്ടായി വിഭജിക്കാം എന്നാരാ പറഞ്ഞ? ലോകത്താദ്യമായിട്ട് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാതെ അള്ളാഹു പറഞ്ഞല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല, സഹാബിമാർ പറഞ്ഞല്ല. പിന്നെ ആരെ പറഞ്ഞ്? ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ബിദ്അത്തിനെ രണ്ടായി വിഭജിക്കാം. നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുമുണ്ട്. അങ്ങനെ 2 ജാതി ബിദ്അത്തുണ്ട് എന്ന് ലോകത്താദ്യമായിട്ട് പറഞ്ഞതാരാണ്? ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു റസൂലും സഹാബിമാരും ഒന്നുമല്ല പറഞ്ഞത്. ഇങ്ങനെ ഇമാമിങ്ങൾ ആണ് ബിദ്അത്തുകൾ ഉണ്ടാക്കാൻ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. ബിദ്അത്ത് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തതാരാണ്? ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി.